നല്ല രസം. ഇവരെന്ത് ഭാഷയിൽ പറയുന്നേ? എന്റെ പരദൈവങ്ങളെ, ഈ കൊട്ടാരം കുട്ടിച്ചോറാക്കും. ഇവിടെന്താ ചാത്തുനേറുണ്ടോ? വേണ്ട, കാലി ഡോക്ടർ സുന്ദരേശുണ്ട്. വേണ്ട, അയ്യോ, ഇതാണ് മുങ്ങി കളിക്കുന്നേ. മുങ്ങി കളിക്കല്ല, മുങ്ങി ചാവുക. എടാ പരമേശ്വരാ, ചന്ദ്ര, ഓടി വാടാ. ദേ ഒരാൾ മുങ്ങി ചാവാൻ പോണു. വേഗം ചാട്, രക്ഷിക്കടാ. വേഗം ചാട്. ഒന്ന് പിടിക്ക്. ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. കണ്ടിട്ട് വലിയ ഓഫീസറാണെന്ന് തോന്നുന്നു. കാറിലല്ലേ വന്നത്? വിനോദുമാന്റെ കൂട്ടുകാരനായിരിക്കും. ഈ തിണ്ണലോട്ട് കിടത്ത്. മെല്ലെ മെല്ലെ. എന്റെ അമ്മോ, എന്തൊരു കനം. എടാ ചന്ദ്ര, നീ ആ വയറ്റത്ത് പിടിച്ച് അമർത്ത്. കുടിച്ച വെള്ളം പുറത്തു വരട്ടെ, ഇല്ലെങ്കിൽ അയാൾ ചത്തുപോകും. ഇതെന്തൊന്ന് കരിങ്കല്ല. ഇങ്ങോട്ട് മാറി. ജീവൻ രക്ഷിച്ച പോരെ എന്നെ കയറി ഭ്രാന്തിന്ന് വിളിക്കുന്നോ? നിങ്ങളാരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കൊട്ടാരത്തിൽ 2 ഭ്രാന്തന്മാരുണ്ടെന്നും അവർ ആശുപത്രിയിലേക്ക് വരത്തില്ലെന്നും ഈ ഡോക്ടർ സുന്ദരേശൻ തന്നെ വന്ന് ചികിത്സിക്കണമെന്നും വിനോദ് സാറ് പറഞ്ഞപ്പോ ഇത്തരം ഭ്രാന്തന്മാരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ദൈവമേ, ഡോക്ടർ ആയിരുന്നോ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അയ്യോ, പതുക്കെ. അമ്മേ. അയ്യോ, അയ്യോ. അതിപ്രശസ്തനായ ഈ ഡോക്ടറെയാ നിങ്ങൾ പിച്ചക്കാരനെ പോലെ ആക്കിയത്. കൊട്ടാരം സൂപ്രണ്ട് വന്ന് ആന നയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? വന്നത് കൊട്ടാരം ഭ്രാന്തന്മാരും. സൂപ്രണ്ടിനെ അടിച്ച് അവശനാക്കി കടത്തിരിക്കല്ലേ? അയ്യോ, എന്ന് ഞാൻ വന്ന കാലത്തിന് തിരിച്ചു പോകാൻ പോവാ. അയ്യോ, അങ്ങനെ പറയല്ലേ. ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധമല്ലേ? ഡോക്ടർ അങ്ങ് ക്ഷമിച്ചുകളാ. എങ്ങനെ അവരുടെ അസുഖം ഒന്ന് ചികിത്സിച്ച് ഭേദാക്കി തരണം. ഞങ്ങൾ എന്ത് സൗകര്യം വേണേലും ചെയ്തു തരാം, അല്ലേ? പിന്നെ നിങ്ങളെ പോലെ 2 സുന്ദരികളായ സ്ത്രീകൾ ഇങ്ങനെ ഒന്ന് അപേക്ഷിക്കുമ്പോൾ ഈ ഡോക്ടർ സുന്ദരേശന്റെ മനസ്സ് മലിഞ്ഞു പോകും. എനിക്ക് മെന്റൽ ഡിസീസുള്ള ചികിത്സ മാത്രമല്ല, അപ്രോച്ചസും ഇവിടെ വേണ്ടി വരും. മനസ്സിലായില്ലല്ലേ?
ഇവിടെ വന്നപാടെ ചില പ്രേതാവേശത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ കണ്ടു. ആ ദുരാത്മാവിനെ എനിക്ക് കണ്ടുപിടിക്കണം. വരുന്നുണ്ട് ദുരാത്മാവ്. ഈ കുഞ്ഞില ഞങ്ങളുടെ മരിച്ചുപോയ അശ്വതിയുടെ പ്രേതം കൂടിയിരിക്കുന്നത്. അതാ ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. എന്താ പറ്റി? ഈ കുഞ്ഞിനെ എടുത്തു ആ ടീപ്പോയുടെ മുകളിൽ പ്രതിഷ്ഠിക്കൂ. മോളെ, അയ്യോ, ഡോക്ടർ തന്നെ എടുത്തു നിർത്തിയാ മതി. നോ 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 നോ. ഞാൻ തന്നെ കാണിച്ചോളാം. എന്താ അങ്കിൾ? പറയാം പറയാം പറയാം. ഈ അങ്കിൾ എന്താ വട്ടുപിടിച്ചു? നീ വീടിനെ മൊത്തം വട്ടുപിടിപ്പിക്കാതിരുന്നാ മതി. ഡോക്ടർ പേഷ്യൻസിനെ കണ്ടല്ലോ. മിസ്റ്റർ വിനോദ് എത്തിയോ? പേഷ്യൻസിനെ ഞാൻ ശരിക്കും കണ്ടു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാണൽ. പക്ഷേ ആദ്യം ചികിത്സ തുടങ്ങേണ്ടത് ഈ കുട്ടിയിൽ നിന്നാണ്. എന്തിനാ? അവരുടെ രോഗത്തിന്റെ വേരുകൾ ഈ കുട്ടിയിൽ നിന്നാണെന്നാണ് എന്റെ ബലമായ സംശയം. മാത്രമല്ല ഡോക്ടർ വേറെ തേടി പോണ്ട. അസുഖം അമ്മമാർക്കാണ്, അവരെ ചികിത്സിച്ചാൽ മതി. യു അണ്ടർസ്റ്റാൻഡ്? ബട്ട് പ്രോബ്ലം അതല്ല. ദിസ് ഈസ് മാജിക് സൈക്കോ. വണ്ണാൻ കേട്ട ഡോക്ടർക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കണം. ഡോക്ടറിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല. ചെല്ലു ഡോക്ടറെ, ചെന്ന് കാര്യം പറ. ഡോക്ടർ പറഞ്ഞ അവൻ കേൾക്കും. ചെല്ലു ഡോക്ടറെ. അല്ല സാർ, ഞാൻ പറയുന്നത് കേൾക്കൂ. മതി സാർ, കേക്കണ്ട സാർ. സാർ, അയ്യോ 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 എന്നെ പറപ്പിക്കണേ. അയ്യോ എന്റെ അമ്മേ, എന്നെ രക്ഷിക്കണേ. എന്നെ പട്ടം പറപ്പിക്കും പോലെ പറപ്പിക്കണേ. അയ്യോ അയ്യോ വന്ന് കേറി പാടേ. എനിക്ക് നേരെ പരീക്ഷണം. എന്തു വന്നാലും വീടില്ല ഞാൻ. ഇവിടത്തെ പ്രേതാത്മാക്കളെയും പ്രാന്തന്മാരെയും ഒരുപോലെ തളക്കും ഞാൻ. അയ്യോ പേടിക്കണ്ട, അവരെപ്പോഴും വയലന്റ് ആവില്ല. എന്തിനാ എപ്പോഴും വല്ലപ്പോഴും മതിയല്ലോ. എനിക്ക് കിടക്കാൻ ഒരു റൂം ഒരുക്കി തരും തമ്പുരാട്ടിമാരെ. ശ്രീം ഗം ഭദ്രാണി അഭിവാദായ നാരായണോ രാമോയ ഗം ശ്രീം ഓം സ്വാഹ. ഓം ഹ്രീം ഗം മരുദാമോജസേ നാരായണ രാമോയ സ്വാഹ. ഓം ഹ്രീം ഗം സ്വാഹ. അയ്യോ, ഇവിടെ മുഴുവൻ പ്രേതങ്ങളാണ്. ഇത് കൊട്ടാരമല്ല, പ്രേതാലയമാണ്.